ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ മസ്കറ്റിൽ പോയിട്ടുണ്ടായ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് റെസിപ്പീസൊന്നുമില്ല, ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും തന്നെ കാണാം. കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ആക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ ഇതുപോലുള്ള കുറേ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വ്ളോഗ്സ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഞാൻ മസ്കറ്റിലല്ല സോഹാറിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല ലോങ് ഉണ്ട് കേട്ടോ മസ്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. 3 മണിക്കൂറിലുണ്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ടും മസ്കറ്റിൽ തന്നെയാണ്. അപ്പോൾ നല്ല നല്ല ടൂറിസ്റ്റ് സ്പോട്ടും നമുക്ക് കാണാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ഉള്ളത് അധികവും മസ്കറ്റിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ലീവുള്ള ദിവസങ്ങളിലാണ് അധികം മസ്കറ്റിലേക്ക് പോകാറുള്ളത്. അപ്പോൾ എന്തായാലും 1 ഡേ ലീവൊക്കെ ആണെങ്കിൽ 2-3 സ്പോട്ടൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോകലുണ്ടാകാൻ. അപ്പോൾ ഇന്ന് നമ്മൾ മസ്കറ്റിലുള്ള ഖുറം എന്ന് പറഞ്ഞ ബീച്ചിലാണ് കേട്ടോ പോകുന്നത്. നല്ല അടിപൊളി ബീച്ചാണ്. അപ്പോൾ നിങ്ങൾ മസ്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു ബീച്ചാണ്, എന്തായാലും പോയിരിക്കേണ്ട ഒരു ബീച്ചാണ്. നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. ഇവിടുത്തെ വെള്ളമൊക്കെ നല്ല ക്ലിയർ വെള്ളമാണ് കേട്ടോ, നമുക്ക് അടി വരെ കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. അപ്പോൾ താഴേക്ക് കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. അപ്പോൾ സാധാ കാറൊന്നും താഴോട്ടേക്ക് ഇറങ്ങൂല. ഇവരെ പ്രത്യേകിച്ചിട്ട് ഓഫ് റോഡ് വണ്ടിയൊക്കെ ഉണ്ട്. കുറച്ചേ പോകാനുള്ള, നമുക്ക് നടന്നിട്ടും പോവാം. നമ്മൾ നടന്നിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ താഴെയാണ് ഇതുപോലെ റൈഡൊക്കെ ചെയ്യുന്ന സ്ഥലമുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഈ റൈഡിന് ഒരു ഫാമിലിക്ക് അരമണിക്കൂറത്തേക്കും 15 റിയാൽ അങ്ങനെയാണ് കേട്ടോ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു പ്രൈസ് വരുന്നത് ഓഫ് സീസൺ ആയതുകൊണ്ടാണ്. അപ്പോൾ സീസൺ ടൈമിൽ 20-25 റിയാലൊക്കെ എന്തായാലും ചാർജ് വരും. അപ്പോൾ ഇതുപോലെ അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കാം. ഫസ്റ്റ് നമ്മൾ പോകുന്ന ടൈം എന്തായാലും കുറച്ച് പേടിയൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ തൊഴഞ്ഞു പോകുന്ന പോലെയാണ് ഫസ്റ്റ് ഇങ്ങനെ റൈഡ് ചെയ്യുമ്പോൾ ഉണ്ടായത്. പിന്നെ സെക്കൻഡ് ടൈം ആകുമ്പോഴത്തേക്ക് അത് നല്ല ലെവലായിട്ടുണ്ടായിന്. അപ്പോൾ മോനിക്കൊന്നും അങ്ങനെ പേടിയൊന്നും ഉണ്ടായിട്ടില്ല, നല്ല കൂളായിട്ട് തന്നെ ഇങ്ങനെ പോകുന്നുണ്ടായിന്. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു 5 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ അവിടെ ഒരു അരമണിക്കൂറിൻ്റെ മുകളിൽ എന്തായാലും നമ്മളവിടെ നിന്നിട്ടുണ്ടായിന്. അവിടെ എത്തിയപ്പം തന്നെ സമയം പോകുന്നത് അറിഞ്ഞിട്ടേ ഉണ്ടായിട്ടില്ല. അത്രയും നല്ല അടിപൊളി ബീച്ചായിരുന്നു കേട്ടോ, നല്ലോണം ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഇതാ ഫ്രണ്ടൊക്കെ ഇങ്ങനെ റൈഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ തിരിച്ചു പോയി. അതിന് നമ്മൾ പിന്നെ ഐക്കയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വ്ളോഗ് ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കുറേ ലെങ്തി ആകുന്നതുകൊണ്ടാണ് കേട്ടോ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയുള്ളൂ. അതിനുശേഷം നമ്മൾ MRA ടീ ഒക്കെ കുടിക്കാൻ പോയി. ടീയും ഷവർമൊക്കെ കഴിച്ചിട്ടുണ്ടായിന്.
അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. പുതിയ വീഡിയോസ് ആയിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല വ്ളോഗ്സും വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു. ബൈ.